everybody. അപ്പം നമ്മുടെ CBSE ബോർഡ് എക്സാം ഡേറ്റ് ഷീറ്റ് ഔട്ട് ആയിട്ടുണ്ടല്ലേ. അപ്പൊ ടീച്ചർ ഇപ്പം വന്നിട്ടുള്ളത് നമ്മുടെ എക്സാം ഡേറ്റ്സ്, അതായത് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സാം ഡേറ്റ്സും ഓരോ പേപ്പറിന്റെ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെയും എക്സാം ഡേറ്റ്സ് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇപ്പം വന്നിട്ടുള്ളത്. അപ്പൊ എന്ന് തൊട്ടാണ് നമ്മുടെ എക്സാം തുടങ്ങുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് 17th February എന്നാണ്. 17th February 2026 തൊട്ടാണ് നമുക്ക് ആക്ച്വലി 12th CBSE ബോർഡ് എക്സാം തുടങ്ങുന്നത്. അപ്പൊ 17th February 2026 ഏത് എക്സാം ആണ് എന്ന് ചോദിച്ചാൽ ഓൺട്രപ്രണർഷിപ്പ് വെച്ചാണ് തുടങ്ങുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് തുടങ്ങുന്നത്. ഓപ്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളവര് ചില പേരൊക്കെ കാണും, ഓൺട്രപ്രണർഷിപ്പ് ഓപ്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളവർ കാണും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് 17th February. അതില്ല എന്നുണ്ടെങ്കിൽ, ഓൺട്രപ്രണർഷിപ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി കൊമേഴ്സുകാർക്ക് തുടങ്ങുന്ന ഡേറ്റ് എന്നാണ് ചോദിച്ചാൽ 24th February. അതാണ് നമ്മുടെ മെയിൻ എക്സാം ആയിട്ടുള്ള മെയിൻ പേപ്പർ ആയിട്ടുള്ള അക്കൗണ്ടൻസി. അതായത് ഓൺട്രപ്രണർഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. 7 days, വിച്ച് മീൻസ് ഒരു 1 week ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അക്കൗണ്ടൻസി പേപ്പർ ഉണ്ടാവുക. അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതായത് പഠിക്കാനുള്ളവർക്ക് പഠിക്കാനും റിവൈസ് ചെയ്യാനും 1, 2, 3 വെട്ടോ ഒക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വലിയ ഗ്യാപ്പ് തന്നെയാണ് 7 days എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് മാത്സ് ഓപ്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളവർ കാണും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡേറ്റ് ആണ് മാത്സ് എന്ന് പറയുന്നത് 9th March. അതായത് അക്കൗണ്ടൻസി കഴിഞ്ഞിട്ട് അവർക്ക് എത്രയാണ്, ഒരു 12 days ഗ്യാപ്പ് എങ്കിലും ഉണ്ടല്ലേ. 12 days ഗ്യാപ്പ് ഇസ് വെരി മച്ച് എനഫ്. അതായത് മാത്സ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിലും ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്, റിവൈസ് ചെയ്യാനും ഒക്കെ ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഓഫ്കോഴ്സ് ഒരു കോമൺ പേപ്പർ ആണ് അല്ലേ. 12th March ആണ് നമുക്ക് ഇംഗ്ലീഷ് പേപ്പർ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് എക്കണോമിക്സും ഒരു കോമൺ പേപ്പർ ആണ്. നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആയ എക്കണോമിക്സ്, മെയിൻ പേപ്പർ ആയ എക്കണോമിക്സ് ആണ്. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ദിവസമുണ്ട്? ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഒരു 6 ദിവസം, 6 days ഉണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്യാതെ വിടരുത്. കാരണം പഠിക്കാനും റിവൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഗ്യാപ്പാണ് 6 days എന്ന് പറയുന്നത്, വിച്ച് ഇസ് വെരി ലോങ്. ഓക്കെ, 18th March ആണ് നിങ്ങൾക്ക് എന്താണ് എക്കണോമിക്സ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്കണോമിക്സ് കഴിഞ്ഞ് മാർക്കറ്റിംഗ് ചില പേർക്ക് എന്തായിരിക്കും ഓപ്ഷൻ ആയിട്ട് എടുത്തിട്ടുള്ളവർ കാണും. മാർക്കറ്റിംഗ് എന്നാണ് 20th March ആണ് നമുക്ക് മാർക്കറ്റിംഗ് ഉള്ളത്, വിച്ച് ഇസ് ലൈക്ക് 2 days ആഫ്റ്റർ. എക്കണോമിക്സ് കഴിഞ്ഞിട്ട് 2 days ആഫ്റ്റർ ആണ് മാർക്കറ്റിംഗ് ഉള്ളത്. 2 days ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് അല്ലാത്തവർക്ക് വേറെ എന്തായിരിക്കും, AI എടുത്തവർ കാണും. അതുപോലെ AI എന്ന് പറയുന്നത് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ. AI എടുത്തവർ കാണും. അതുപോലെ തന്നെ IP, ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ്, അവർക്കും ഓപ്ഷൻ ആയിട്ട് എടുത്ത സബ്ജക്റ്റ് ആയിരിക്കും. സോ അവർക്കുള്ള ഡേറ്റ്സ് ആണ് 24th March AI and 25th March IP, ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത ലാസ്റ്റ് മെയിൻ സബ്ജക്റ്റ് ആണ് 28th ആണ് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ്. എന്നാണ് ബിസിനസ് സ്റ്റഡീസ്. സോ നമ്മുടെ മെയിൻ സബ്ജക്ട്സ് അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. ബിക്കോസ് നമുക്ക് നല്ല ഒരു ഗ്യാപ്പ് തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു ഡേറ്റ് ഷീറ്റിൽ കണ്ട ഒരു പോസിറ്റീവ് കാര്യം ഇതാണ്, നല്ല ഗ്യാപ്സ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അവർ തന്നിട്ടുണ്ട്. സോ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇനി പഠിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പോലും ഇനി പഠിച്ചാൽ നല്ല സ്കോർ മേടിക്കാനുള്ള ഒരു ടൈം തന്നെ നിങ്ങൾക്ക് ഉണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു തിങ്ക് യു നീഡ് ഹെൽപ്പ് എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് III കൊമേഴ്സ് അക്കാഡമിയുടെ CBSE ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, യെസ്, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ CBSEക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ക്ലാസ്സസ് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് അഫ്കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊക്കെ കണ്ടന്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കും ഞങ്ങൾ. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.